എഗ് ലവേഴ്സിനുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ കലക്കി ഓംലേറ്റ് ഉണ്ടല്ലോ, അത് ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ രുചി നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ ഇത് വിടൂല കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ കറി. അപ്പോൾ ഞാനിവിടെ ബീഫ് കറിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ കറി മട്ടൻ കറി എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്ന പോലെ തന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ ഈ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടും കണ്ട് നമുക്ക് പിന്നെ ഇത് അധികം വേവിക്കാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് വേകാൻ പാടില്ല. അതാണ് ഇതിനെ കലക്കി ഓംലേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇങ്ങനെ ഫോൾഡാക്കി എടുക്കുക. നമുക്കിത് ഫുള്ളായിട്ട് ഇത് ഫോൾഡാക്കി എടുക്കുക. ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മുടെ ഈ മുട്ട നന്നായിട്ടുണ്ടാവും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് പിന്നെ ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ പിന്നെ ഇത് തന്നെ ആയിരിക്കും ഇത് ഉണ്ടാക്കുക. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ ഈ കറിയൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ അക്കിയിട്ട് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.